സംസ്ഥാനത്ത് വ്യാജ ലോട്ടറി പെരുകുന്നതിൽ ആശങ്കയിലാണ് ലോട്ടറി വ്യാപാരികൾ. QR കോഡ് സ്കാൻ ചെയ്താൽ പോലും തട്ടിപ്പ് കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ആശങ്ക. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെടണം എന്നാണ് ഇവരുടെ ആവശ്യം. സംസ്ഥാനത്ത് വ്യാജ ലോട്ടറികൾ വ്യാപകമാകുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ ഈ ലോട്ടറി കച്ചവടക്കാർക്കും ലോട്ടറി എടുക്കുന്നവർക്കൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. ഇതുപോലെ വ്യാജ ലോട്ടറികൾ നിറയെ വരാറുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. 5000 രൂപ കൊണ്ടുവന്ന് നമ്മളിവിടെ സ്കാൻ ചെയ്തെടുത്തു, നേരെ ട്രഷറി കഴിക്കുമ്പോൾ അത് റിട്ടേൺ വരിക. അത് പറഞ്ഞു ഇത് ഓൾറെഡി ഇത് ഫസ്റ്റ് വന്ന് മാറിപ്പോയ ടിക്കറ്റാണ്, രണ്ടാമത് വീണ്ടും ഇത് ബ്ലാങ്ക് ടിക്കറ്റാണെന്നാണ് പറയുന്നത്. ഈ സ്കാനറിൽ ചെയ്താലും നമുക്കത് കറക്റ്റായിട്ട് കൺഫേം ആയിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, അവർ സ്കാൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഈ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ ലോട്ടറി ഓഫീസിൽ നമ്മൾ വിന്നിങ്ങും കൊണ്ട് അവിടെ പോകുന്ന സമയത്ത് ഓൾറെഡി ഇത് അടിച്ചു പോയ ടിക്കറ്റാണ് പറയും. ഇത് അവർ ബ്ലാങ്ക് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ ബ്ലാങ്ക് റെഡ് മഷി കൊണ്ട് സീൽ ചെയ്യുക. നമുക്ക് വ്യാജന ഏതാ ഒറിജിനൽ ഏതാന്ന് തിരിച്ചറിയാൻ കഴിയും? ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒറിജിനേക്കാൾ വലുതായിട്ടാണ് വരുന്നത് വ്യാജം. നമുക്ക് ഞങ്ങൾ നിത്യേന കൈകാര്യം ചെയ്യുന്ന ലോട്ടറി ടിക്കറ്റാണ്, ഞങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ എല്ലാവരാണെങ്കിൽ ആ രഹസ്യ കോഡ് വെച്ചിട്ടാണല്ലോ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിൽ ഗവൺമെന്റ് ശക്തമായി ഇടപെട്ടുകൊണ്ട് സ്കാനറിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അവർ പിടിച്ചത്, ആ വ്യാജന കണ്ടുപിടിച്ചുകൊണ്ട് അത് അവരെ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഒരു ദിവസം ഒരു വ്യക്തിക്ക് 1000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ 500 രൂപ മദ്യഷാപ്പിൽ പോയി ബാക്കിയുള്ളതിന് 10-200 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുക്കും. അതും വ്യാപകമായിട്ട് വടക്കഞ്ചേരി സംബന്ധിച്ചിടത്തോളം വ്യാപക ലോട്ടറി ടിക്കറ്റ് യഥേഷ്ടം ഇറങ്ങുന്നുണ്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് നമ്മുടെ അഭിപ്രായം. വൈകുന്നേരം വരെ പണിയെടുത്തിട്ടാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത്. ആ പൈസയും ഒക്കെ ഭാഗ്യപരീക്ഷണമാണല്ലോ, കിട്ടുന്നില്ല. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കുകയും വ്യാജ ലോട്ടറികൾ തടയുകയും വേണമെന്നാണ് കച്ചവടക്കാരുടെയും സ്ഥിരമായി ലോട്ടറി എടുക്കുന്നവരുടെയും അഭിപ്രായം. മൽഘോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. വളരെ സുരക്ഷയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സമ്മാന തുകയൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാജന്മാർ കളിച്ചാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് കരുതി മാതൃഭൂമി ന്യൂസ് ഇക്കാര്യം അവതരിപ്പിക്കുകയാണ്.